ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ 4 ലൈൻസിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ നമുക്ക് 2 ചാപ്റ്ററാണ്, 2 പാരഗ്രാഫായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ. സോ ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ farther and farther, I should say to where the grown-up river slips to the sea among the ships. ഇതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിലും ഉയരമുള്ള ഒരു ട്രീ കണ്ടെത്താമായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ദൂരെ എനിക്ക് കാണാമായിരുന്നു. നദി ഇങ്ങനെ വലുതായി വന്ന് ഷിപ്പുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച എനിക്ക് കാണാമായിരുന്നു എന്ന് പറയാം. നെക്സ്റ്റ് നോക്കാം. സീല് ചെന്ന് പതിക്കുന്ന കാഴ്ച കാണാമായിരുന്നു. To where the road on either hand lead onward into fairyland, there all the children dine at 5 and all the playthings come alive. അതാണ് നമ്മുടെ നെക്സ്റ്റ് ആൻസർ. എന്താണ് ഇവിടെ എന്ന് പറയുന്നത്, കുട്ടി വളരെ വലിയൊരു ഭാവനാലോകമാണ് കാണുന്നത്. കുട്ടിയുടെ ഭാവന എന്ന് പറയുന്നത് ഒരു ഫെയറി ലാൻഡ്, അതായത് ഒരു മാലാഖകളുടെ ലോകം എന്നൊക്കെ പറയുന്ന ഒരു ലാൻഡാണ് കുട്ടി ഇമാജിൻ ചെയ്യുന്നത്. അവിടെ എല്ലാ കുട്ടികളും 5 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു. അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം അടുത്തേക്ക് വരുന്നു. അങ്ങനെ എന്താ നമ്മൾ ഇമാജിൻ ചെയ്യൂലോ, ഒരു സ്ഥലത്ത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. അവിടെ എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ 5 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവർ കളിക്കാനായിട്ടുള്ള കളിപ്പാട്ടങ്ങളെല്ലാം സജീവമായി ഇഷ്ടം പോലെ നിരന്ന് കിടക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മളൊരു കൊച്ചു പ്രായത്തിൽ നമ്മളെ മനസ്സിലുണ്ടാവുക. തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രൊഫൈല് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ പ്രൊഫൈല് നോക്കാം. നെയിം റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് 13th November 1850. ബർത്ത് പ്ലേസ് എഡിൻബർഗിലെ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ്. ഓക്കെ. ഫേമസ് വർക്ക്സ് ഏതൊക്കെയാണ്? ട്രഷർ ഐലൻഡ് ഇതൊരു വാക്കാണ്. ട്രഷർ ഐലൻഡ്, എ ചൈൽഡ്സ് ഗ്യാപ്പ് ഉണ്ട്, എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, പിന്നീട് കിഡ്നാപ്ഡ് എക്സെട്ര. ഡേറ്റ് ഓഫ് ഡെത്ത് DOD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ഡെത്ത്. ഓക്കെ. December 1894. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. കിട്ടണില്ല വാക്കുകൾ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ക്ഡ് അബ്രോഡ് ഓഫ് ഫോറിൻ ലാൻഡ്സ്? എന്താണ് കവി ലുക്ക്ഡ് അബ്രോഡ് ദ ഫോറിൻ ലാൻഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? ദ പോയറ്റ് മീൻസ് ദാറ്റ് ദ ചൈൽഡ് വെന്റ് ടു സീ distant lands and places that are unfamiliar to her. ആ ഒരു കുട്ടിക്ക് പരിചിതമല്ലാത്ത സ്ഥലങ്ങൾ കാണാൻ അതാണ് ആ കവി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടിക്ക് പരിചിതമല്ലാത്ത സ്ഥലങ്ങൾ ആ കുട്ടി കാണുന്നു, അതുകൊണ്ട് അതാണ് അത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? മുമ്പ് കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ആ കുട്ടി എങ്ങനെയാണ് കാണുന്നത്? ബൈ ക്ലൈംബിങ് എ ചെറി ട്രീ ആൻഡ് ലുക്കിംഗ് ഔട്ട് ഫ്രം ഇറ്റ്സ് ബ്രാഞ്ചസ്. അവർ ഒരു ചെറി ട്രീ ക്ലൈംബ് ചെയ്യുകയും അതിൽ നിന്നാണ് അവൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ. ഇനി വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? എന്തൊക്കെയാണ് ആ ഒരു കുട്ടി അതിൽ ഒരു ട്രീയുടെ മുകളിൽ നിന്ന് കണ്ടത്? എന്താണ്? ഗാർഡൻ ലൈഫ്, അതർ പ്ലസന്റ് പ്ലേസസ്, ഫ്ലവേഴ്സ്, ഡിംബ്ലിംഗ് റിവർ, ഡസ്റ്റി റോഡ്. ഇത് എല്ലാ ടീ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും വിചാരിക്കുന്നു. സോ ഓക്കെ. അപ്പം ഗാർഡൻ ലൈഫ് പൂന്തോട്ടം, അതേപോലെ തന്നെ ബാക്കിയുള്ള സമാധാനകരമായിട്ടുള്ള സ്ഥലങ്ങൾ, ഒരുപാട് പൂക്കൾ, പിന്നെ ചാടി കളിക്കുന്ന ഗുളുഗുളുത്ത വെള്ളം, ഗുളുഗുളുത്ത നദി, ഡസ്റ്റി റോഡ്,
തിരക്ക് നിറഞ്ഞ റോഡുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്? എന്തുകൊണ്ടാണ് റിവർ സ്കൈയുടെ ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ആണെന്ന് പറഞ്ഞത്? ദ റിവർ റിഫ്ലക്ട്സ് ദ സ്കൈസ് ബ്ലൂ കളർ ലൈക്ക് എ മിറർ. മിററിനെ പോലെ ആ ഒരു സ്കൈ ഈ ഒരു എന്ത് റിഫ്ലക്റ്റ് ചെയ്യും? ഇത് റിഫ്ലക്റ്റ് ചെയ്യും. റിവറിലെ വെള്ളം സ്കൈയുടെ ആ ഒരു ബ്ലൂ കളർ റിഫ്ലക്റ്റ് ചെയ്യും. പിന്നീട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? ഗ്രോൺ അപ്പ് റിവർ എന്ന് പറയുന്നത് കൊണ്ട് പോയറ്റ് എന്താണ് ഉദ്ദേശിച്ചത്? ബിക്കോസ് ദ റിവർ സ്ലിപ്സ് ഇൻ ടു ദ സീ. ആ ഒരു റിവർ കടലിലേക്ക് പതിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ട് സോറി, ലാസ്റ്റ് ആണ്. എന്താണ്, ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ റിവർ സീ ആൻഡ് ഷിപ്സ്? സീയും ഷിപ്സും ആ കുട്ടിക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? ബൈ ക്ലൈംബിങ് എ ഹയർ ട്രീ. ഒരു ഹയർ ട്രീ ക്ലൈംബ് ചെയ്യുമ്പോൾ. ഇനി ഏഴാമത്തത്, വാട്ട് ഇസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? എന്തൊക്കെയാണ് ആ ഒരു കുട്ടി എന്താണ് ആശിച്ചത് ആ ഒരു ഫെയറി ലാൻഡിൽ കാണാൻ വേണ്ടിയിട്ട്? എന്താണ്, ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5 and playthings come alive. എന്താണ് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ 5 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, അവരുടെ കളി സാധനങ്ങൾ കൂടെ ഇങ്ങനെ വരുന്നു. അതാണ് എട്ടാമത്. When do playthings come alive? എപ്പോഴാണ് playthings come alive ചെയ്യുന്നത്? എപ്പോഴാണ്? at 5 o'clock. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.